ഹായ് ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തോരാത്ത മഴയാണ്. ഇന്ന് ഉച്ച വരെ മഴയായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം കുറച്ച് ഒഴിവുണ്ട്. ഇന്നലെ എടുത്ത വീഡിയോസാണ്. ഇന്നലെ പെയ്ത മഴയിൽ ഞങ്ങളുടെ തോട് കണ്ടാൽ പേടിയാകും ഇവിടെ ഇരിക്കാൻ. മതിൽ വീണ് കെട്ടിയിട്ടൊന്നുമില്ല. മതിൽ ഒരു പച്ച പായ് പോലത്തെ ഇങ്ങനെ പിരിച്ചു കൊടുത്തിരിക്കുകയാണ്. അതാണ് തോടിൻ്റെ അവസ്ഥ. മഴക്കാലമായ ഭീതിയോടെ ജീവിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ. നമ്മുടെ വീട് സ്വന്തം വീടായതുകൊണ്ട് വിട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ മാക്സിമം ദുആ ചെയ്തിട്ട് ഇരിക്കുക, എല്ലാവരും പ്രാർത്ഥിക്കുക. 2018 വലിയൊരു വെള്ളപ്പൊക്കമൊക്കെ നടന്ന സ്ഥലമാണ്. കഴിഞ്ഞ വർഷവും അത്യാവശ്യം വെള്ളമൊക്കെ കയറി. വീടിനുള്ളിൽ കയറിയില്ല, ഈ പരിസരമൊക്കെ വെള്ളമായിരുന്നു. അടുക്കള വരെ വെള്ളം വന്നിട്ടുണ്ടായിരുന്നു. ബാക്കിലത്തെ അടുക്കള മൊത്തം കയറിയിട്ടുണ്ടായിരുന്നു. ഉള്ളിലേക്ക് കയറിയില്ല എന്നേ ഉള്ളൂ. അപ്പോൾ അതുമാതിരി വെള്ളം കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയായിരുന്നു. ഇപ്രാവശ്യം തോട് കാണുമ്പോൾ ഏകദേശം മഴ തുടങ്ങി ഒരാഴ്ച ആകുമ്പോഴേക്കും ഇതാണ് അവസ്ഥയെങ്കിൽ മഴക്കാലത്ത് എന്തായിരിക്കും? മഴക്കാലം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. മഴക്കാലം അവസാനം വരെ ഭീതിയോടെ ജീവിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഞങ്ങൾക്ക്. മരങ്ങളൊക്കെ ഇങ്ങനെ ചെരിഞ്ഞ് പോകുന്നുണ്ട് സൈഡത്തെയൊക്കെ. മതിലില്ലാത്തതുകൊണ്ട് ഒരുപാട് പേടിയാണ്. കുട്ടികളിൽ കൊണ്ട് ബാക്കിലേക്ക് വരില്ല ഞാനിപ്പോൾ തോട് നിറഞ്ഞോണ്ട് കണ്ടപ്പോൾ ഒന്ന് എടുത്തു വെച്ചെന്ന് മാത്രമല്ല ഓർമ്മയ്ക്ക്. എന്താണ് എല്ലാവരുടെയും മഴയാണ്. കേരളത്തിൽ എല്ലാവരുടെയും മഴയാണ്. തമിഴ്നാടും കൂടി മഴയാണ്. കോയമ്പത്തൂർ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു, അവിടെയും കൂടി മഴയാണ്, നല്ല മഴയാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് ഇരിക്കുക. മഴക്കാലത്ത് എന്താണ്, എപ്പോഴാണ്, എങ്ങനെയാണ് ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനത്തെ കാലാവസ്ഥയാണ്. എല്ലാ മഴക്കാലത്തും എല്ലാവർക്കും പേടിയാണ്. അത് പ്രത്യേകിച്ചിട്ട് ഈ ഒരു കാലഘട്ടത്തിൽ ഭയങ്കര പേടിയോടെ ജീവിക്കേണ്ട ഒരു കാലഘട്ടം. തൊടീൻ്റെ അപ്പുറത്തൊക്കെ കണ്ട ഇവിടെ വെള്ളം പൊന്തിയതിനനുസരിച്ചിട്ട് അവിടെയും വാട്ടർ ലെവൽ കറക്റ്റായിട്ട് അപ്പുറത്ത് കുറച്ച് ഇങ്ങനെ താഴ്ന്ന ഒരു തൊടിയായതുകൊണ്ട് അവിടെയൊക്കെ വെള്ളം ഫുള്ളായി നിൽക്കുന്ന പോലെ എനിക്ക് തോന്നുന്നത്. അപ്പുറത്ത് എല്ലാവർക്കും പ്രയാസവും ബുദ്ധിമുട്ടൊക്കെ തന്നെ. ഇങ്ങനെ വെള്ളം വന്നെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം? മഴ ആർക്കും തടുക്കാനൊന്നും പറ്റില്ലല്ലോ. ബാക്ക് സൈഡാണത്. ബാക്ക് സൈഡ് മതിൽ കെട്ടിയിട്ട് മതിൽ കെട്ടണം. ഇൻഷാ അല്ലാഹ് അടുത്ത പ്രാവശ്യം മതിൽ കെട്ടണം. തോട്ടിനോർത്തൊക്കെ ഒരുപാട് പേര് ഇരിക്കുന്നുണ്ട് ഇവിടെ. ഞങ്ങളുടെ ഈ പ്രദേശത്തൊക്കെ ഒരുപാട് പേര് തോട്ടിൻ്റെ അവിടെ ഇരിക്കുന്നു. കൽപ്പാത്തി ശംഖുവാരത്തോട് എന്ന് പറയും. അപ്പോൾ അവരൊക്കെ എത്രത്തോളം രീതിയിൽ ഇരിക്കുന്നുണ്ടാവും. ഏറ്റവും അടുത്തൊക്കെ താമസിക്കുന്നവരുണ്ട് തോട്ടിൻ്റെ അടുത്തായിട്ട്. ഞങ്ങൾക്കെങ്കിലും കുറച്ച് സ്പേസ് ഉണ്ട് കേൾക്കാം. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര ചെറിയ കുട്ടികളെ കൊണ്ടൊക്കെ താമസിക്കുന്ന ആൾക്കാരുണ്ട് അവിടെ. എല്ലാവരെയും പടച്ചോൻ റബ്ബ് കാക്കട്ടെ. ഇത്രയേ ഉള്ളൂ. ഓക്കെ.